വേനൽക്കാലം എന്നാൽ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണ്. നമ്മുടെ ഔദ്യോഗിക ഫലം എന്ന് വിശേഷിപ്പിക്കുന്ന ചക്ക മലയാളികളുടെ ഒരു വികാരം കൂടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വിപണിയിൽ ചക്ക വിൽപ്പനയും സജീവമാണ്. പഴയങ്ങാടിയിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ആലക്കോട് ഒടുവള്ളി സ്വദേശിയായിട്ടുള്ള മൻസൂർ അദ്ദേഹം ചക്ക വിൽപ്പന നടത്തുന്നുണ്ട്. പഴുത്ത ചക്കയാണ് വിപണിയിൽ എത്തിക്കുന്നത്. ബാക്കി വിശേഷമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര വർഷമായിട്ടുണ്ടാവും സത്യത്തിൽ ഈ ഒരു ചക്ക വിൽപ്പന തുടങ്ങിയിട്ട്? പഴുത്ത ചക്കയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ ഇനങ്ങളാണ് കൊണ്ടുവരാറുള്ളത്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ പഴയങ്ങാടി മാട്ടൂല് 2-3 ഇനം ചക്കയാണ് വരുന്നത്. ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന ചക്ക നാടൻ ചക്കയാണ്. ഉദയഗിരി, പാലക്കോട് മേഖലയിലെ ചക്കയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് തമിഴ്നാടൊക്കെ വിയറ്റ്നാം മേഖലയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ഐറ്റംസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഏരിയയിൽ പഴുത്ത ചക്ക മാത്രം മാട്ടൂര് പഴയങ്ങാടി ഭാഗത്ത് പോകുള്ളൂ. അപ്പൊ ഈ ഭാഗത്ത് നിന്നെല്ലാം ചക്ക വരുന്നത് തികട്ടുന്നത്. പ്രത്യേകിച്ചുള്ള പച്ചച്ചക്ക കാര്യങ്ങൾ പോകില്ല. അതുപോലെ മാങ്ങ ഇവിടെ വലിയ കാര്യമില്ല. ചക്കയാണ് മെയിനായിട്ട് ഐറ്റംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പഴുത്ത ചക്ക മാത്രമേ പോകൂ, വരിക്ക ചക്ക മാത്രമേ പോകൂ. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ സാധനം കൊണ്ടുവരുന്നുണ്ട്. മാട്ടൂർ പഴയങ്ങാടി ഭാഗത്ത് അപ്പുറത്തെ ഏരിയയിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ മാടായിലുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ ഒരാഴ്ചക്ക് 3 ദിവസം ഇവിടെ കാണും. വരിക്കയിൽ തന്നെ പല ഇനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ കളർ ഏകദേശം വൈറ്റ് ആണ്, പക്ഷെ ഇത് നല്ല മധുരമുള്ള ആണ്. അതുപോലെ തന്നെ അത് വേറെയാണ്. അപ്പോൾ 3-4 ഐറ്റംസ് എല്ലാം നമ്മുടെ നാടൻ ചക്കകത്ത് വരുന്നുണ്ട്. പിന്നെ വിയറ്റ്നാം എയറിൽ വരുന്നതെല്ലാം ഒറ്റ ടേസ്റ്റേ വരും. അതിവിടെ കുറവാണ്, അതിന് വില കൂടുതലാണ്. നമ്മളെ ഈ ചക്ക ഒരു 30 രൂപ കിലോ വെച്ചിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും എക്സ്പെൻസ് കാര്യങ്ങളുണ്ട്. ഉദയഗിരി ഭാഗത്തൊക്കെ സാധനം ഇവിടെ എത്തണം. അപ്പൊ അതിന്റെ ഒരു വില നോക്കുമ്പോൾ ഒരു ചക്ക ഏകദേശം ഒരു 10 കിലോ ഒരു 300 രൂപ പറയും. അപ്പൊ 300 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്തേണ്ടത് നമ്മളെ പണിക്കൂലി, അതുപോലെ തന്നെ പിന്നെ നമ്മളെ വണ്ടിക്കാശ്, ഈ ആളെ വെച്ച് പറപ്പിക്കുന്നത്, ചുമട്ടുകൂലി, അപ്പൊ നമ്മളെ വണ്ടിയുടെ ഡീസൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കാണുന്നില്ല, റോഡ് സൈഡിൽ നിൽക്കുന്നില്ല നമ്മൾ ഒരു ദിവസം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 30 രൂപ ഒരു വലിയ പൈസയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഉപഭോക്താവിന് അത് തോന്നുന്നുണ്ട്. എന്നാലും അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ ഏകദേശം സ്ഥിരം കസ്റ്റമറേ ഉള്ളത്. അല്ലാതെ വഴി പോകുന്നവരുണ്ട്. എന്തായാലും ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഡാമേജ് വന്നാൽ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതേ ഉള്ളൂ ഈ ചക്കനെ കുറിച്ചുള്ളൊരു. ഈ ചക്ക നിങ്ങൾ കൃഷിയായിട്ട് പിന്തുടരുന്നുണ്ടോ അവിടെ? എങ്ങനെയാ? നമ്മൾ കൃഷിയായിട്ടൊന്നും പിന്തുടരുന്നില്ല. നമുക്ക് അത്രമാത്രം ഒരു കാര്യങ്ങളൊന്നുമില്ല. അവിടെയുള്ള പിന്നെ കൃഷിക്കാരുടെ അടുത്താണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. അതൊന്ന് ചിലപ്പം ഒരു 10 സെന്റ് സ്ഥലമുള്ളവരുണ്ടാവും, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ടാവും. എല്ലാ ചക്കയും വരിക്കയാവൂല. അതിൽ കൂഴച്ചക്ക, പഴഞ്ചക്ക എന്ന് പറഞ്ഞ ഐറ്റം വരും. അപ്പൊ അതൊന്നും നമുക്ക് വിൽപ്പനക്ക് എത്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നത് നല്ല വരിക്ക ചക്ക മാത്രം, മധുരമുള്ള ചക്ക മാത്രമേ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. അത് തന്നെ മുറിച്ച് സാമ്പിൾ കാണിച്ച് അവർക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ചക്ക കൊടുക്കുന്നുള്ളൂ. അത് നമ്മുടെ കച്ചവടത്തിന്റെ രീതി അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നിലവിലിവിടെ ഉണ്ട്. ഒരു ഓർഡർ ഉണ്ട്, പാറശ്ശേരി ഭാഗത്തൊക്കെ ഓർഡർ വരുന്നുണ്ട്. നമ്മളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആവശ്യക്കാരെത്തുന്നുണ്ടോ? ഈ മൻസൂറിന് ഇപ്പൊ എല്ലാ കാലത്തും എല്ലാ സീസണിലും എല്ലാ സീസണിലും ഞാനിപ്പം തന്നെ അടുത്ത സീസണിൽ വന്നത് ഇതിന്റെ ഈ ഭാഗത്തുള്ള ഒരു ആവശ്യക്കാരെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നല്ല സാധനം എനിക്ക് കിട്ടാനുമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു നോക്കുമ്പോഴും ഞാൻ ഇവിടെ ഒരു 4-5 പ്രാവശ്യം, അതേപോലെ ആഴ്ചക്ക് ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ ചക്ക എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. അപ്പം പറ്റിക്കപ്പെടുന്ന ടീം ഉണ്ടാവാം. പക്ഷെ എന്റെ കച്ചവടത്തിൽ ഞാൻ സത്യസന്ധത ഏകദേശം ഞാൻ 90%. അപ്പം ആവശ്യക്കാരുണ്ട്, സ്ഥിരം വാങ്ങുന്നവരുണ്ട്, അതുപോലെ തന്നെ വഴിയാത്രക്കാരൊക്കെ നല്ല വാങ്ങുന്നു. എങ്ങനെ ഇത് വിൽപ്പനയിലേക്ക് ഇവിടെ തൊഴിലിന്റെ പ്രശ്നം മേഖല അറിയാം. അപ്പൊ തൊഴിലിന്റെ പ്രശ്നവും നമ്മളൊരു വണ്ടിയുടെ ലോണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പം തന്നെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇന്നിവിടെ ഉണ്ടെങ്കിലും ഇതിന്റെ പേരിൽ ഏകദേശം ഒരു 4 പേര് 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടി തൊഴിലാണ്, അതുകൂടെ എനിക്കൊരു തൊഴിലാണ്. അതന്നെ ഒരു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇന്നതൊന്നുമില്ല. മാന്യമായി എന്ത് തൊഴിലുണ്ടോ അത് കണ്ടെത്തുക. അതിപ്പം അവിടെയുള്ളവര് ചിലപ്പം ഇത് മഴയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകും, ആർക്കും ഉപകാരപ്പെടാത്ത രൂപത്തിലാവും. അത് അവർക്കൊരു ചെറിയ പൈസ അവർക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ പണിക്കാർക്ക് കൂലി കിട്ടുന്നു. അങ്ങനെയുള്ള ഒരു മേഖല നോക്കുമ്പോൾ ഒരു 5-6 പേർക്ക് തൊഴിലും കൊടുക്കാൻ പറ്റും. നമുക്കൊരു തൊഴിൽ വരും. അതന്നെ. അപ്പൊ ഇതിപ്പം കഴിയും, ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഈ ഫീൽഡ് കഴിയും. കാരണം നമ്മൾ അടുത്ത മേഖല കണ്ടെത്തും. അത്രേ ഉള്ളൂ. ഏറെ പോഷക സമൃദ്ധമായ ചക്ക നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അത് വിപണിയിൽ എത്തിക്കുമ്പോൾ അതിനേറെ ആവശ്യക്കാരുമുണ്ട്. ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.